ഹലോ ഫ്രണ്ട്സ്, ടെക് ഇൻഫോ കഫേയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായ ഒരു കിഡിലൻ മോഡത്തിനെ കുറിച്ചാണ്. അതായത് ഒരു പോക്കറ്റ് വൈഫൈ മോഡത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അതിനായി നിങ്ങളുടെ കയ്യിലുള്ള വിഐയുടെ അതായത് വോഡാഫോൺ ഐഡിയയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. വോഡാഫോൺ ഐഡിയയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. അപ്പോൾ അതിൻ്റെ നിരവധി ഓപ്ഷൻസ് നമുക്ക് കാണുവാൻ സാധിക്കും, ഓഫറുകളെ കുറിച്ചൊക്കെ. അപ്പോൾ അതൊന്നും എടുക്കാണ്ട് നിങ്ങൾ ജസ്റ്റ് താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് വരിക. താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഒരു വൈഫൈ മോഡം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കാണുവാൻ സാധിക്കുന്നില്ലെങ്കിൽ താഴത്തോട്ട് കുറച്ചും കൂടെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ മൈ പ്രൊഫൈൽ എന്ന് പറഞ്ഞ് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അല്ലെങ്കിൽ മെനു മൈ അക്കൗണ്ട്, ഇതിലേതെങ്കിലും സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ തന്നെ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു ഓഫർ, അതായത് ഗെറ്റ് എ ന്യൂ വി ഐ കണക്ഷൻ, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് പോർട്ടബിൾ വൈഫൈ, അതായത് ഫ്രീ ഹോം ഡെലിവറി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് വീട്ടിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ അത്യാവശ്യമായൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോഡം നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് പുറത്ത് പോകുന്ന സമയത്താണെങ്കിലും വീട്ടിലൊരു മോഡം ഉണ്ടെങ്കിൽ നമുക്കത് വീട്ടിൽ മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു പോക്കറ്റ് മോഡം, അതായത് പോക്കറ്റിൽ നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ നമ്മൾ കാറിലോ നമുക്ക് വെച്ച് നമുക്കൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ യൂസ് ചെയ്യേണ്ടതിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പോക്കറ്റ് വൈഫൈ മോഡം നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ 10 ഡിവൈസിന് കണക്ട് ചെയ്യാൻ പറ്റുന്ന വോഡാഫോൺ ഐഡിയയുടെ അതായത് വി ഐയുടെ ഒരു പോക്കറ്റ് റൗട്ടറാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതെങ്ങനെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം, അതുപോലെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്ലാൻസ് എത്ര രൂപ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ പ്ലാൻസിനും അതുപോലെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആ മോഡത്തിനും എത്ര രൂപ വില മതിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു കിഡിലൻ വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. കൂടാതെ നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ ഡിവൈസ് നിങ്ങളുടെ വീട്ടിലേക്ക് ഡെലിവറി ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ നിങ്ങളുടെ വി ഐയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇത് എൻ്റെ ഫോണിലുള്ള വി ഐയുടെ ആപ്ലിക്കേഷനാണ്. താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് വന്നു കഴിയുമ്പോൾ പോർട്ടബിൾ വൈഫൈ ഫ്രീ ഹോം ഡെലിവറി ഓർഡർ നൗ എന്ന് പറയുന്ന ഒരു ചെറിയ ലിങ്ക് കാണാം. അതായത് ഒരു റെക്റ്റാങ്കിളിലുള്ള ഒരു ചെറിയ മോഡത്തിൻ്റെ ഇമേജൊക്കെ വെച്ച് ഒരു കോംബോ ഓഫർ എന്ന് പറഞ്ഞ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ന്യൂ കണക്ഷൻ എന്ന് പറഞ്ഞ് കാണുവാൻ സാധിക്കും. ഫ്രീ ഹോം ഡെലിവറി ഓഫ് പോസ്റ്റ് പെയ്ഡ് സിം വിത്ത് മൈ വൈഫൈ, അങ്ങനെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ചെറിയ 3 സിമ്പിൾ സ്റ്റെപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഡിവൈസ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു പോസ്റ്റ് പെയ്ഡിൻ്റെ ഒരു ന്യൂ കണക്ഷൻ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പോസ്റ്റ് പെയ്ഡ് എന്ന് കേട്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. പോസ്റ്റ് പെയ്ഡ് നിങ്ങൾക്ക് മന്ത്ലി റീചാർജ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. അതായത് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള പ്രീപെയ്ഡ് സിമ്മിൻ്റെ പ്ലാൻ പോലെ തന്നെ 399 രൂപ തൊട്ടുള്ള നിരവധി ബേസിക് പ്ലാനുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പോർട്ടബിൾ വൈഫൈ, പ്രീപെയ്ഡ് പാക്സ്, അതുപോലെ നിരവധി ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. പോസ്റ്റ് പെയ്ഡ് പ്ലാൻസ്, ഇങ്ങനെ ഓരോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോസ്റ്റ് പെയ്ഡ് പ്രീപെയ്ഡ് പാക്സിൻ്റെ അപ്പുറയായിട്ട് പോർട്ടബിൾ വൈഫൈയുടെ ഓപ്ഷനാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പോർട്ടബിൾ വൈഫൈ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വി ഐയുടെ മൈ വൈഫൈ പോർട്ടബിൾ, അതിൽ കണക്ട് അപ് ടു 10 ഡിവൈസ്, 4G ഡേറ്റ അപ് ടു 150 MB/s. അതുപോലെ ഇതിനൊരു ബാറ്ററി ഉണ്ട്. ആ ബാറ്ററി പ്രവർത്തിക്കുന്നത് ഏകദേശം 6 മണിക്കൂറോളമാണ്. അതുപോലെ ബേസിക് ആയിട്ടുള്ള പോസ്റ്റ് പെയ്ഡ് പ്ലാൻ എന്ന് പറയുന്നത് 399 തൊട്ട് ഉള്ള നിരവധി ബേസിക് പ്ലാനുകളുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ഹോം ഡെലിവറി ആയിട്ട് കിട്ടുക, അതായത് ഈ മൈ വൈഫൈ റൂട്ടർ, വോഡാഫോൺ ഐഡിയയുടെ മൈ വൈഫൈ റൂട്ടർ എങ്ങനെയാണ് നിങ്ങൾക്ക് വീട്ടിലേക്ക് ഓർഡർ ചെയ്ത് വരുത്തിക്കുക എന്നുള്ളൊരു സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ആദ്യം നിങ്ങളൊരു പ്ലാൻ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഒരു സെലക്ട് കോംബോ ഓഫർ സെലക്ട് ചെയ്തു. അതായത് ഇവിടെ 2000 എന്ന് കൊടുത്തിട്ടുണ്ട്. മൈ വൈഫൈ ഡിവൈസ് 1 ടൈം ഡിവൈസ് കോസ്റ്റ് പേയബിൾ അറ്റ് ഡെലിവറി. അതായത് ഈ 2000 രൂപയാണ് നിങ്ങൾക്ക് ഈ ഡിവൈസിന്, അതായത് ഈ പോർട്ടബിൾ പോക്കറ്റ് വൈഫൈ മോഡത്തിന് വരുന്നത്. ഏകദേശം 2000 രൂപയാണ് നിങ്ങൾക്ക് വരുന്നത്. ഇത് നിങ്ങൾ 1 ടൈം പേ ചെയ്താൽ മതിയാകും. പിന്നെ നിങ്ങൾ മന്ത്ലി റീചാർജ് ചെയ്താൽ മാത്രം മതിയാകും. അപ്പോൾ ഞാൻ ആദ്യം സെലക്ട് ചെയ്യുന്നത് ഈ 399ൻ്റെ ഒരു കോംബോ ഓഫറാണ്. അതായത് നമുക്കൊരു പുതിയ കണക്ഷനും അതോടൊപ്പം 2000 രൂപയ്ക്ക് നമുക്ക് ഈ ഡിവൈസും നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഈ കോംബോ ഓഫർ സെലക്ട് ചെയ്തു. കോംബോ ഓഫർ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ പേരൊക്കെ അതിൽ എൻ്റർ ചെയ്ത് വരും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പേര് എൻ്റർ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പേര് നമ്മൾ സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട്, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫോമിൻ്റെ അകത്ത് നമ്മുടെ നമ്പറും അതുപോലെ നമ്മുടെ പേരൊക്കെ അതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്, ലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ഡെലിവറി അഡ്രസ്സ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക.
നമ്മുടെ പിൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിൻ നമ്പർ ഈ കാണുന്ന സെക്കൻഡ് ഓപ്ഷൻ ആയത് ഡെലിവറി ഡീറ്റെയിൽസ് എന്ന് പറയുന്നതിൽ നിങ്ങളുടെ പിൻ നമ്പറും അഡ്രസ്സും ഓൾറെഡി ഇതിലേക്ക് ലോഡ് ചെയ്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 6 ഡിജിറ്റ് പിൻ കോഡ് നിങ്ങൾ ഇതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ എൻ്റെ പിൻ കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു തൊട്ട് താഴെ ഒരു തമ്പനെയിലിൻ്റെ ഒരു പിക്ചർ വന്നിട്ടുണ്ട്. അതിനോട് ചേർന്ന് ഗ്രേറ്റ് വി ഡെലിവർ അറ്റ് യുവർ ഡോർ സ്റ്റെപ്പ്. അതായത് നമുക്ക് ഈ ഡിവൈസ് എൻ്റെ ഈ പിൻ കോഡിൽ എനിക്ക് ഈ ഡിവൈസോ ഹോം ഡെലിവറി ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട്, അതായത് എക്സ്ട്രാ ചാർജ് ഒന്നും വരാണ്ട് ഫ്രീ ആയിട്ട് ഈ ഡിവൈസ് നമ്മുടെ വീട്ടിലേക്ക് ഓർഡർ ചെയ്ത് വരുവാൻ പറ്റും. അതായത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പിൻ കോഡ് ഇവിടെ എൻ്റർ ചെയ്തിട്ട് ഡെലിവറി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷം താഴെ എൻ്റർ സ്ട്രീറ്റ് ഓർ ബിൽഡിംഗ് നെയിം. അപ്പോൾ നിങ്ങൾ പിൻ കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് ഈ ഡിവൈസിന് ഹോം ഡെലിവറി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു മെസ്സേജ് ഡിസ്പ്ലേ ആയി വരുന്ന കാണിക്കും. ഡെലിവറി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വരും, ഇല്ലെങ്കിൽ ഡെലിവറി ഇല്ല എന്നുള്ളൊരു മെസ്സേജ് ആയിരിക്കും വരിക. അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ തൊട്ട് താഴെയുള്ള ഫീൽഡിൽ നിങ്ങളുടെ ബിൽഡിംഗ് നെയിം അല്ലെങ്കിൽ നിങ്ങളുടെ ഹൗസ് നെയിം നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ബിൽഡിംഗ് നെയിം അല്ലെങ്കിൽ സ്ട്രീറ്റ് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്ട്രീറ്റ് നെയിമാണ് എൻ്റർ ചെയ്യുന്നത്. എൻ്റെ വീട് ഇരിക്കുന്ന സ്ഥലത്തെ നെയിം ഞാൻ എൻ്റർ ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓർ ഡിറ്റക്ട് മൈ കറണ്ട് ലൊക്കേഷൻ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് ആഡ് ചെയ്യുന്ന രീതിയിൽ കൊടുക്കാം. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് എൻ്റെ സ്ട്രീറ്റ് അഡ്രസ്സ് മാറ്റി ഞാൻ എൻ്റെ വില്ലേജ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം താഴെ ഈ നിങ്ങളുടെ ബിൽഡിംഗ് നെയിം എൻ്റർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ ഓർ ഡിറ്റക്ട് മൈ കറണ്ട് ലൊക്കേഷൻ, അത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൊക്കേഷൻ അവർ ഓട്ടോമാറ്റിക്കായിട്ട് എടുക്കുന്നതായിരിക്കും. അതിന് വൈൽ യൂസിങ് ദ ആപ്പ് എന്ന് പറഞ്ഞ് നിങ്ങൾ വിഐയുടെ ആക്സസ് ദ ഡിവൈസ് ലൊക്കേഷൻ നിങ്ങൾ ആക്സസ് കൊടുത്താൽ മതി. അപ്പോൾ അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ താഴെ നിങ്ങളുടെ ഇവിടെ ഫ്ലാറ്റോ അല്ലെങ്കിൽ ഹൗസ് നമ്പർ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഗെറ്റ് OTP ടു കംപ്ലീറ്റ് ഓർഡർ എന്ന് പറഞ്ഞ് താഴെ കാണുന്ന റെഡ് ഹൈലൈറ്റ് കാണിക്കുന്ന ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നിങ്ങളുടെ വിഐയുടെ, അതായത് വോഡഫോൺ ഐഡിയ നമ്പറിലേക്ക് ഒരു OTP വരും. അപ്പോൾ ഈ OTP നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ OTP നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ശേഷം നിങ്ങൾക്ക് ഈ പോർട്ടബിൾ വൈഫൈ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് ഹോം ഡെലിവറി ആയിട്ട് വരുന്നതായിരിക്കും. ഈ വരുന്ന സമയത്താണ് നിങ്ങൾ പേയ്മെൻ്റ് എല്ലാം ചെയ്യേണ്ടത്. അത് 2000 രൂപയായിരിക്കും ഇതിന് പേയ്മെൻറ്റ് വരിക. നിങ്ങൾക്കൊരു പുതിയ മോഡം വൈഫൈയും നിങ്ങൾക്ക് അതുപോലെ തന്നെ ഒരു പുതിയ കണക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു കിടിലൻ വീഡിയോ ആണ് ഇന്നത്തെ ഇത് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് വോഡഫോൺ ഐഡിയയുടെ ഒരു പോർട്ടബിൾ വൈഫൈ മോഡം ഓർഡർ ചെയ്യേണ്ട വിധം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു ടോപ്പിക്കാണ് വൈഫൈ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നവർക്കും ഏത് നേരവും നിങ്ങളുടെ ഫോണിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ കിട്ടണമെന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലും അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കാറിൽ ഒരു ഗ്രൂപ്പായിട്ട് പോകുന്ന സമയത്തോ ട്രിപ്പ് പോകുന്ന സമയത്തോ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ യൂസ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഈ പോർട്ടബിൾ, അതായത് ഒരു പോക്കറ്റ് മോഡം റൂട്ടർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. എങ്ങനെയാണിത് ഓർഡർ ചെയ്യേണ്ട വിധം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണുകളും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.